ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസയും അതുപോലെ തന്നെ സുമിത്രയും കൂടിയും കണ്ട് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. അതായത് മാനസയാണെങ്കിലോ സുമിത്രയോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നടക്കാനായിട്ട് പോവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുമിത്ര തിരിച്ച് പറയുന്നുണ്ട്, എന്തായാലും സാഗറിനെയും ആ കുടുംബത്തെയും അവസാനിപ്പിക്കാൻ ഇത് ഒരു നല്ലൊരു മാർഗ്ഗമാണ്. ഇത് സ്വീകരിച്ചാൽ നിൻ്റെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം ഒരുപോലെ തന്നെ നടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ബലരാമൻ്റെ പുറകെ പോകുമ്പോഴത്തേനും നീ ഒരാളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതാരെയാണ്? എൻ്റെ മകൾ ഭാഗ്യശ്രീയെയാണ് അത് സൂക്ഷിക്കേണ്ടത്. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോഴത്തേനും കൃഷിൻ്റെയും കൺമണിയുടെയും അതുപോലെ ബലരാമൻ്റെയും തൊട്ട് പിറകെ അവൾ തന്നെയുണ്ട്. അവളുടെ എല്ലാ നീക്കങ്ങളും അറിയുന്നവളാണ് അവൾ. കാരണം അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പേടിക്കാനായിട്ട് പറഞ്ഞതല്ല ഞാൻ, പക്ഷേ ഒന്ന് സൂക്ഷിക്കണം അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടല്ലേ, അതുകൊണ്ട് തന്നെ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും മാനസ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എൻ്റെ ഭാവി ഭർത്താവായി സ്വീകരിച്ച് കഴിഞ്ഞു. അയാളുടെ കണ്ണിലാണ് ഇപ്പോൾ എനിക്ക് ഇടം നേടിയിരിക്കുന്നത്. ഞാൻ അയാളുടെ മനസ്സിലും കൂടി എന്ന് ഇടം നേടാനുണ്ടെന്ന രീതിയിലൊക്കെ സുമിത്രയോട് പറയുന്നുണ്ട്. സ്നേഹിച്ചവർക്ക് അവനെന്നും അടിമയാണ്. എക്സ്പീരിയൻസ് കൊണ്ട് പറയുക കേട്ടോ ഞാനെന്ന് പറയുന്നുണ്ട്. എനിക്കൊരു അടിമയായിട്ട് തന്നെ വേണ്ടത്. ഇത്രയും കാലം കൃഷിൻ്റെ അടിമയായിരുന്നു ഞാൻ, പക്ഷേ ഇനി ബലരാമൻ്റെ എൻ്റെ അടിമയായിട്ട് നിർത്തണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും സുമിത്ര പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ ഉണ്ണി നമ്പൂതിരിനെ കാണുന്നുണ്ട്. കൺമണി ചേച്ചി ഒറ്റയ്ക്കുള്ള വന്നത്, ഒറ്റയ്ക്കാണ്, അച്ഛനും ഗോകുലും വന്നില്ല. അവരെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ക്രിസ് സാർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സാറിൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, എപ്പോഴും വരാനൊന്നും പറ്റില്ല. അതാരാ പറഞ്ഞത് അങ്ങനെയാണെന്ന്? സാറിത ആദ്യം വന്നല്ലോ നേരത്തെ എന്ന് പറഞ്ഞിട്ട് വരുന്നു കേട്ടോ. ആഹാ, സാറ് വന്നിട്ടുണ്ടായിരുന്നോ? പിന്നല്ലാതെ. അപ്പോഴത്തേനും കൃഷ് കൺമണിയുടെ കാതിൽ പറയുന്നുണ്ട്, തന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതാ വന്നത്. കൺമണി തിരിച്ചും പറയുന്നുണ്ട്, എനിക്കും സാറിനെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ മനസ്സിലിപ്പോൾ ആലോചിച്ചിട്ടുള്ളൂ ഞാനെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ണി നമ്പൂതിരി പറയുന്നുണ്ട്, എന്ത് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും ഭാവി കാര്യങ്ങൾ മറ്റതുമാണോ? അങ്ങനെയൊന്നുമല്ല നമ്പൂതിരി എന്ന് പറയുന്നുണ്ട്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അവസാനിച്ചില്ലേ, ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തായാലും വനവാസമൊക്കെ കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകമാണ് നടക്കാനായിട്ട് പോകുന്നത്. അതിലും ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ അതെല്ലാം ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും ഇപ്പോൾ കല്യാണത്തിൻ്റെ ആവശ്യമൊക്കെ എന്താണ്? നിങ്ങൾ താലി കെട്ടിയില്ലേ എന്ന് പറയുമ്പോഴത്തേനും, എന്താ നമ്പൂതിരി പറഞ്ഞത്? അല്ല, മനസ്സിൽ നിങ്ങൾ എന്നും ഒന്നായതല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരി എന്ന് നമ്പൂതിരി, ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോകാനായിട്ട് നിൽക്കുന്നു. പിന്നീട് ബലരാമൻ്റെ തന്നെ ഹോസ്പിറ്റലിൽ മാനസ് ചെന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ബലരാമനാണെങ്കിൽ മാനസയെ കാണുമ്പോൾ പറയുന്നുണ്ട്, തന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. സാർ എന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായും അന്നത്തെ പെട്ടെന്ന് താൻ തിരിച്ചു പോയില്ലേ, പിന്നെ തന്നെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നെക്കുറിച്ച് പറയാനും എനിക്ക് സംസാരിക്കാനും ഒരാളില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ താനൊരുത്തേ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, BR ഡിസൈൻസിലെ ചെയർമാൻ ആയിരുന്നു അല്ലേ സാർ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലാക്കാനാണോ ബുദ്ധി? പിന്നെ സാറിനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. 2 പ്രാവശ്യമല്ലേ കണ്ടിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ വെച്ച്? അല്ല സാർ, ഞാൻ അല്ലാതെയും എയർപോർട്ടിൽ വെച്ച് സാറിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ താൻ എന്നെ മാത്രം ശ്രദ്ധിച്ചോ? ഒരു പ്രത്യേക തരം ശ്രദ്ധയായിപ്പോയല്ലോ അത് എന്ന് പറയുമ്പോഴത്തേനും, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ സാറിനെ കണ്ടെത്തി ശ്രദ്ധിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. സാർ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണോ ചോദിക്കുമ്പോഴത്തേനും, ഡിസ്ചാർജ് പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി അനിയത്തിയും ഇവിടെ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം കൂടിയും പോയിരിക്കുകയാണെന്ന് പറയുന്നു. ഞാൻ വന്ന സമയം ഏറ്റവും നല്ല സമയമാണല്ലോ, സാറ് പോകുമ്പോഴത്തേനും ഒന്ന് വന്ന് കാണാൻ പറ്റിയല്ലോ, എന്തായാലും നന്നായി എന്ന് പറയുന്നുണ്ട്. അതെ, എനിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടടോ, പക്ഷേ ഞാനങ്ങനെ പോകുന്നുള്ളൂ. ഇനി ഇങ്ങോട്ടാണ് സാർ പോകുന്നത്? വീട്ടിലേക്ക് പോകണം, അച്ഛനും അമ്മയും കാണണം എന്ന് പറയുന്നു. സാറിൻ്റെ അച്ഛനും അമ്മയും ആരാണ്? അത് അലിഗ ഡിസൈൻസിലെ ചെയർമാൻ സാഗർ സാറും സുജാത മേഡവും ആണെന്ന് പറയുന്നു. അത്രയും വലിയ ആൾക്കാരുടെ മകനാണോ സാർ എന്ന് പറയുന്നുണ്ട്. അതെ, പക്ഷേ അവരുടെ അടുത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇനിയൊന്ന് പോകണം. സാർ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ എല്ലാം തുറന്ന് സംസാരിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ ഒരു എടുത്ത് വളർത്തിയതിൻ്റെ കാര്യവും അതുപോലത്തെ നഷ്ടപ്പെട്ടതിൻ്റെ കാര്യമൊക്കെയാണ് അതിൽ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാനസിയോട്. എന്തായാലും വിശദമായിട്ട് കേൾക്കാം. പിന്നെ തൻ്റെ നമ്പറൊന്ന് തന്നേക്ക്, ഞാൻ വിളിക്കാമല്ലോ. വേണ്ട സാർ, സാറിൻ്റെ നമ്പർ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ തന്നെ വിളിക്കാം. തൻ്റെ പേരെന്താ ചോദിക്കുമ്പോൾ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് ഞാൻ കണ്ടെത്താന്നുള്ള രീതിയിൽ ബലരാമനും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സാർ ഞാൻ പോട്ടെ, എന്തായാലും സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ബലരാമൻ്റെ മനസ്സിൽ എന്തായാലും മാനസിയോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. പിന്നെ അലികയിൽ തന്നെ കാണിക്കുന്ന ശ്രീദേവി വരുമ്പോൾ കൺമണി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കൺമണിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീദേവിക്ക് സുഖമാണല്ലോ? ശ്രീദേവീൻ്റെ ഈ കൊറിയർ സർവീസൊക്കെ നടക്കുന്നുണ്ടോ നല്ല രീതിയിൽ? എന്തൊക്കെയാണ് പറയുന്നത്? നീ അല്ലേടി അന്ന് വരുണും ഞാനുമായിട്ടുള്ള വീഡിയോ, പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ആ മാനസിക അയച്ചു കൊടുത്തിട്ട് ആ കോളാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തില്ല, മര്യാദയ്ക്ക് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോഴത്തേനും കാരണം നോക്കി ഒന്നങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കൺമണി. ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നു. നീ എൻ്റെ ജീവിതം തുലയ്ക്കാൻ ശ്രമിച്ചു അല്ലേ? അങ്ങനെ കൃഷ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കൃഷ് പറയുന്നുണ്ട്, നീ ഞങ്ങളെ എന്തായാലും വെള്ളം കുടിപ്പിക്കാൻ തീരുമാനിച്ചല്ലേ, ഇനി നിന്നെ ഞങ്ങളൊന്ന് വെള്ളം കുടിപ്പിക്കട്ടെ. വേറൊന്നുമല്ല, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതില്ലേ നീയല്ലേ തീരുമാനിച്ചത്. പക്ഷേ അത് നടക്കാനായിട്ട് പോകുന്നില്ല. എന്തായാലും മാനസ ഇനി എന്ത് തീരുമാനം എടുത്താലും അത് ഞങ്ങളോട് വന്ന് പറയണമെന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീദേവിയോട്. അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, എന്തായാലും നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, ഇനി എങ്ങാനും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ അവസാനമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇവളോട് ഈ ചീപ്പ് നമ്പറൊന്നും വേണ്ട സർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചോർത്തേണ്ട ഒരു ആവശ്യമില്ല, അത് ഇവരെ പോലത്തെ ആൾക്കാരെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല കൺമണി, ഇത് വേണ്ടത് തന്നെയാണെന്ന് പറയുന്നു. ശ്രീദേവി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞു തരാമെന്ന് പറയുന്നു. പിന്നീട് മാനസിയെ തന്നെ കാണിക്കുന്നത് അങ്ങനെ വരുണിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് കേട്ടോ. വരുൺ, നീ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവസാനിപ്പിക്കാൻ പോകാൻ തന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിൽ പറയുന്നത്? കൃഷ്ണമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഞാൻ തയ്യാറല്ല, ഞാൻ എൻ്റെ വഴിക്ക് പോകാനായിട്ട് പോവാണെന്ന് പറയുന്നു. അപ്പോൾ ഇനി കൃഷ്ണ വേണ്ടേ മനസ്സിക്ക്? എനിക്ക് വേണ്ട, ഒരാളുടെ കാലും കൈ പിടിച്ച് ജീവിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതെന്താ? കാരണം സാഗർ കുടുംബത്തിൽ ചെന്നിട്ട് ഞാനൊരു ബോംബ് പൊട്ടിക്കാനായിട്ട് പോകുന്നുണ്ട് പറയുന്നുണ്ട്. ബോംബോ? അതൊക്കെ ചീറ്റിപ്പോവും, മനസ്സിലേ പൊട്ടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും ഇതാ തന്നെ സൈക്കോ എന്ന് എല്ലാവരും വിളിക്കുന്നതെന്നൊക്കെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ബലരാമനെക്കുറിച്ചുള്ള സത്യങ്ങളാണ് അവിടെ വെളിപ്പെടുത്താൻ പോകുന്നത്. ഇത്രയും കാണിച്ചു കൊടുക്കുന്നത് എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രൊമോട്ട് കാണാം.